Good morning to everyone. A very warm welcome to all present here. I would like to invite our chief guest of the day, Mr. Ajmal Kaiti, the district panchayat member of Bandur, to inaugurate our program. I would welcome to Sayyid Wapukoya Tangal to inaugurate LKG admission. I would welcome to Honorable Principal Hamza Sir. I would welcome to Manager Sabur Sakafi. I would welcome to O.P. Abdurrahman Faisi, the head of Misriya Women's College. I would welcome to Hakim Sakafi, the head of Madrasa Department. I would welcome to trust members, teachers, parents, and my dear friends. We all together come not just for an event, but the celebration of Hurex Annual Arts Fest 2024. So once again, I welcome each and everyone to our program. Thank you. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. സ്നേഹതരങ്ങൾ നിറഞ്ഞ സയ്യിദ് അബ്ദുള്ള കോയ ഉലൂമി തങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിശിഷ്ടാതിഥി ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ സർ, നമ്മുടെ ജനപ്രതിനിധി ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സഹകാര്യം കൂടിയായ സലീൽ സർ, മാനേജർ സബർ സക്കാഫി ഉസ്താദ്, അൽഹുദ അക്കാദമിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്മാരായ അബ്ദുല്ലാഹി സാദി ഉസ്താദ്, അലൈ ഫൈസി ഉസ്താദ്, മിസ്രിയ വിമൻസ് കോളേജിൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ OP ഉസ്താദ് അടക്കം പ്രിയപ്പെട്ട നേതാക്കളെ, വന്യരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയങ്കരരായ വിദ്യാർത്ഥിനികളെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പിഞ്ചോമനകൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാനും സന്തോഷിക്കാനുമാണല്ലോ. അതിൻ്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്ന ഈ ഉദ്ഘാടന സെഷൻ അത് നീട്ടിക്കൊണ്ടു പോകാൻ എന്താണെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ സ്ഥാപനത്തെ പൂർണ്ണമായും നെഞ്ചേറ്റിയവരാണ് ഈ നാട്ടുകാർ എന്ന ഉത്തമബോധം ഞങ്ങൾക്കുണ്ട്. ചുരുങ്ങിയ 8 വർഷം കൊണ്ട് കാലം കൊണ്ട് 800ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി നമ്മുടെ അൽഹുദ അക്കാദമി ഗൈഡൻസ് പബ്ലിക് സ്കൂൾ മാറിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിപുലമായ സംവിധാനങ്ങളോട് കൂടി ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ക്യാമ്പസിലേക്ക് മാറാൻ പോകുന്നു. ഏകദേശം ഒരു വർഷം 1.5 വർഷം കൂടി ഈ ക്യാമ്പസിൽ അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോയി പുതിയൊരു ക്യാമ്പസിലേക്ക് മാറുമ്പോൾ എല്ലാ തലത്തിലുമുള്ള ഔചിത്യങ്ങൾ ഉറപ്പുവരുത്താൻ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രതിജ്ഞാബദ്ധനാണ്. നമ്മളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക വർക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. 8 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണ് പുതിയ ക്യാമ്പസിനായി നാം നമ്മുടെ ട്രസ്റ്റ്
മേടിച്ചിട്ടുള്ളത്. നേരത്തെ അങ്ങോട്ട് 3 മീറ്റർ റോഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയൊരു പദ്ധതി വരുമ്പോൾ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം 7 മീറ്റർ റോഡെങ്കിലും അങ്ങോട്ട് വേണ്ടി വരും. നമ്മുടെ മാനേജ്മെൻറ്റ് ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുകയും 7 അല്ല മൊത്തം 8 മീറ്റർ റോഡിനുള്ള സ്ഥലം സ്വന്തമായി മേടിക്കുകയും ആ 8 മീറ്റർ സ്ഥലവും പൂർണ്ണമായും സർക്കാരിന് സമർപ്പിക്കാൻ പോവുകയാണ്. ട്രസ്റ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണെങ്കിലും അതിൻ്റെ പ്രയോജനം നമുക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും നാട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറണമെന്ന ഒരു സ്വപ്നത്തോടു കൂടിയാണ് സ്വന്തമായി മേടിച്ച സ്ഥലം സൗജന്യമായി സർക്കാരിലേക്ക് നൽകുന്നത്. 8 മീറ്റർ റോഡൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് മുടക്കി അവിടെ റോഡിൻ്റെ പുരോഗതി നടത്താൻ കഴിയണമെന്നില്ല. നമ്മുടെ സിലിസാറ് കൂടെയുണ്ട് എപ്പോഴും. ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഒക്കെ വലിയ ഫണ്ട് അങ്ങോട്ട് വേണ്ടി വരും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭ്യുതകാംക്ഷിയായ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT ജലീൽ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് ഒരു ഫണ്ട് വെക്കാനുള്ള റിക്വസ്റ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് നൽകും. അത് പരിഗണിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയല്ല. ഈ മഹത്തായ ഈ ആർട്സ് ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ സാർ അവറുകളാണ്. അതിനുശേഷം നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത വർഷത്തെ LKG അഡ്മിഷൻ്റെ ഉദ്ഘാടനവും ഈ വേദിയിൽ അഭിനന്ദനായ വാപ്പോത്തങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. നമുക്കറിയാം അഭൂതപൂർവമായ അഡ്മിഷനാണ് കഴിഞ്ഞ വർഷം നാം കണ്ടത്. 150 കുട്ടികൾക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷം മാത്രം LKGയിൽ അഡ്മിഷൻ കൊടുത്തത്. ഈ വർഷം ഇപ്പോൾ തന്നെ അഡ്മിഷൻ ബുക്കിംഗ് നേരത്തെ ആരംഭിച്ചു. 110 രക്ഷിതാക്കളാണ് അവിടെ കുട്ടികൾക്ക് വേണ്ടി അഡ്മിഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുക. LKGയിലേക്ക് ഓപ്പൺ അഡ്മിഷനാണ്. മറ്റു എല്ലാ ക്ലാസ്സിലേക്കും UKG മുതൽ 9th വരെയുള്ള ക്ലാസ്സിലേക്ക് റിട്ടൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകും. ടെസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ ബന്ധപ്പെട്ട രക്ഷിതാക്കളെ പിന്നീട് അറിയിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്കറിയാം കഴിഞ്ഞ നവംബർ മാസം കേരളത്തിലെ അറിയപ്പെട്ട വിദ്യാഭ്യാസ ഏജൻസിയായ IAMയുടെ കീഴിൽ അഖിലേന്ത്യാ തലത്തിൽ ISET ടാലൻറ്റ് പരീക്ഷ നടത്തിയിരുന്നു. നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നീട് അവർ പോകുന്ന ഉപരിപഠനത്തിന് ജോലികൾക്കൊക്കെ തന്നെയും മത്സര പരീക്ഷ വിജയിക്കേണ്ടതുണ്ട്. ആ മത്സര പരീക്ഷകളിലെല്ലാം തന്നെ മികവ് പുലർത്താനും ഗവേഷണ മേഖലയിലേക്ക് അവരെ വഴിതിരിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ മത്സര പരീക്ഷകളൊക്കെ താഴെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അത് അവരുടെ ഓരോ വിഷയത്തിലുള്ള അറിവിനപ്പുറം അവരുടെ മെൻ്റൽ എബിലിറ്റിയും മാത്തമാറ്റിക്സ് സ്കില്ലും റീസണിങ് സ്കില്ലും ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള തരത്തിലാണ് ആ പരീക്ഷകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ പരീക്ഷകൾ എഴുതി മുന്നേറി കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ വാതായനങ്ങൾ അവർക്ക് മുമ്പേ തുറക്കപ്പെടുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ആ തലത്തിലാണ് നാം അവരെ പ്രത്യേകം കോച്ചിങ് നൽകി പാകപ്പെടുത്തിയെടുക്കുന്നത്. ഈ അധ്യയന വർഷം 395 കുട്ടികളാണ് അഖിലേന്ത്യാ തലത്തിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സ്കൂളിൽ നിന്നും അറ്റൻഡ് ചെയ്തത്. 10,000-ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയ ഈ എക്സാമിനേഷനിൽ നമ്മുടെ സ്കൂളിൽ മികച്ച
വിജയം കൈവരിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞതാണ്, 147 കുട്ടികൾക്കാണ് ഗോൾഡ് മെഡൽ ലഭിച്ചത്, 160 കുട്ടികൾക്ക് സിൽവറും 58 കുട്ടികൾക്ക് ഈ വർഷം ബ്രോൺസ് മെഡൽ ലഭിക്കുകയുണ്ടായി. മാത്രമല്ല ഇതിൽ 3 കുട്ടികളെ ഐസെറ്റിൻ്റെ പ്രാഥമിക ടെസ്റ്റ് കഴിഞ്ഞ് പിന്നീടുള്ള ടെസ്റ്റിലേക്ക് 3 കുട്ടികളെ നമ്മുടെ സ്കൂളിൽ നിന്നും അവരുടെ വിജയം പരിഗണിച്ച് സെലക്ട് ചെയ്യുകയുണ്ടായി. 7ാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയും 2 കുട്ടിയും 6ാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയും, അങ്ങനെ 3 കുട്ടികളെയാണ് IAME സെലക്ട് ചെയ്തത്. പക്ഷെ ഒരു സ്കൂളിൽ നിന്ന് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് അവിടെ പങ്കെടുക്കാനുള്ള സാധ്യതയുള്ളൂ, ചാൻസ് ഉള്ളൂ. അങ്ങനെ ആ 2 കുട്ടികളെ നമ്മൾ സ്ക്രീന് നടത്തി അതിലൊരു കുട്ടിയെയും 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഷാദിലിനെയും 6ാം ക്ലാസ്സിൽ ക്വാളിഫൈഡായ ഹാദിയെയും നമ്മൾ സ്റ്റേറ്റ് തലത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച അവരെ പറഞ്ഞയച്ച് അൽഹംദുലില്ലാ അവർ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ റണ്ണേഴ്സായി തിരിച്ചു വന്ന വിവരം, ആ സന്തോഷം ഈ സമയത്ത് ഞാൻ പങ്കിടുകയാണ്. അവർക്കുള്ള ഉപഹാരം ഇവിടെ ഈ വിശിഷ്ടാതികളുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ കഴിഞ്ഞ അധ്യയന വർഷം 100% അറ്റൻഡൻസ് നേടിയ കുട്ടികൾ, അതുപോലെ കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിനേഷനിൽ മികച്ച വിജയം കൈവരിച്ച ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനൊക്കെയുള്ള പ്രൈസുകൾ സംയോജിതമായി ഈ വേദിയിൽ സമർപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങൾ സാക്ഷിയാവുക, സന്തോഷിക്കുക. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. അവർ നാളെ നമുക്ക് ഇരുലോകത്തും പ്രയോജനപ്പെടേണ്ടതുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ മഹത്തായ സ്ഥാപനം അവർക്ക് വേണ്ട അധ്യാപനവും കോച്ചുമൊക്കെ നൽകി വരുന്നത്. അവിടെ സർഗാത്മകമായ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമുകൾ നമ്മുടെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം നാം നടത്തിയ സയൻസ് ഫെയർ വളരെ മനോഹരമായിരുന്നു. സത്യത്തിൽ അന്നാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ മികവ്, ശാസ്ത്രസംബന്ധമായ അവരുടെ കഴിവുകളും മികവുകളൊക്കെ ഞങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞത്. അത്രമേൽ ഗുണകരമായ നല്ല നിലവാരമുള്ള പ്രോഡക്റ്റുകളാണ്, എക്സിബിഷനുകളാണ് അവിടെ അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളുമൊക്കെ സംയോജിതമായി ഇവിടെ നൽകും. എല്ലാവരും ഈ സംഗമത്തിൽ വന്നെത്തിയതിൽ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഭിവന്ദനായ KT അജ്മൽ സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്നേഹപുരസ്സരം ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഹംസ സാർ, വേദിയിലുള്ള പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറും എൻ്റെ സുഹൃത്തുമായ ശ്രീ സലീൽ, സ്വാഗതം ആശംസിച്ച അബ്ദുൽ സബൂർ സക്കാഫി, സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ, OP അബ്ദുൽ ഹക്കീം സക്കാഫി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പരിസര പ്രദേശങ്ങളിലെ എല്ലാം ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി അത്യാധുനിക രീതിയിൽ സജ്ജമാക്കുന്ന പുതിയ ക്യാമ്പസിനകത്തേക്ക് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇൻഷാ അല്ലാഹ് 1.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സംഘാടകർ സൂചിപ്പിച്ചത്.
ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ തവണ ഒന്ന് രണ്ട് പരിപാടികളിൽ വന്നപ്പോഴും ഞാൻ സൂചിപ്പിച്ചതാണ്, ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടു കൂടി നമ്മുടെ നേട്ടങ്ങളുടെ കഥകൾ മാത്രമാണ് മലപ്പുറം ജില്ലയ്ക്ക് പറയാനുള്ളത്. ഇന്ന് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, കലാകായിക രംഗങ്ങളാകട്ടെ, മറ്റു മത്സര പരീക്ഷകളാകട്ടെ, എല്ലാ തരത്തിലും ഇന്ന് നമ്മുടെ ജില്ലയിലെ കുട്ടികൾ ഒന്നാമതാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ജില്ലയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥ 14ാമത്തെ സ്ഥാനമായിരുന്നു മലപ്പുറം ജില്ലയ്ക്ക് ഒരു കാലത്തുണ്ടായിരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത ആളുകൾ ഇപ്പോൾ ഇന്ന് സാക്ഷരതാ മിഷൻ്റെ കീഴിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ പോയാൽ നമുക്കറിയാം, കഴിഞ്ഞ ഇപ്പോഴത്തെ തലമുറയുടെ മുമ്പ്, അതല്ലെങ്കിൽ ഇവരുടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അവരുടെ രക്ഷിതാക്കളുമൊക്കെ ആയിട്ടുള്ള വലിയ ആളുകൾ ഇന്ന് സാക്ഷരതാ ക്ലാസ്സുകളിൽ പോയി സാക്ഷരതാ മിഷനിൽ ചേർന്ന് SSLC എഴുതിയെടുക്കുന്നു, +2 എഴുതുന്നു, ഡിഗ്രി കോഴ്സുകൾ എഴുതുന്നു. അവരൊക്കെ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, പഠനത്തിൽ മോശമായതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതല്ല. പല പല കാരണങ്ങൾ കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട വന്ന ആളുകളാണ്. ഇന്ന് മലപ്പുറം ജില്ല കേരളത്തിലെ നമ്പർ 1 ആണ്. ഏത് പരീക്ഷകളെടുത്ത് നിങ്ങൾ പരിശോധിച്ചാലും അതിലൊക്കെ നമ്മുടെ ജില്ലയിലെ കുട്ടികളാണ് ഒന്നാം സ്ഥാനത്ത്. ഓരോ വർഷവും SSLCയുടെ ഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ഉള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറിക്ക് +2 A+ ഉള്ളത് മലപ്പുറത്താണ്. IAS ഉൾപ്പെടെയുള്ള ആരും സ്വപ്നം കാണാൻ കൊതിക്കുന്ന സിവിൽ സർവീസ് പോലെയുള്ള മത്സര പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചാലും അതിൽ നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്തിലെയും പോരൂർ പഞ്ചായത്തിലെയും കിയാറ്റൂർ പഞ്ചായത്തിലെയും മേലാറ്റൂർ പഞ്ചായത്തിലെയും ഒക്കെ ഒരുപാട് സാധാരണക്കാരായ കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സിവിൽ സർവീസൊക്കെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ മക്കൾക്ക് മാത്രം പറഞ്ഞതായിരുന്നു എന്നുള്ള ആ ഒരു പഴയകാല ചരിത്രമൊക്കെ മാറി. ഇന്ന് അതിനും വലിയ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം MLA-യുടെ നേതൃത്വത്തിലൊരു സിവിൽ സർവീസ് അക്കാഡമി തന്നെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും സിവിൽ സർവീസിലേക്ക് പുതുതായി കടന്നു വരുന്ന കുട്ടികളുണ്ടാകുന്നു. അവർക്കൊക്കെ സൗജന്യമായിട്ടാണ് പഠനത്തിനുള്ള സൗകര്യമൊരുക്കുന്നത്. നമ്മളെ ജില്ലയിൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റെവിടെ പോയി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വലിയ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഈ പഠിക്കാൻ കഴിവുണ്ട്, രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായി ശേഷിയില്ല, അല്ലെങ്കിൽ രക്ഷിതാക്കളില്ല എന്നൊക്കെ പറയുമ്പോൾ 2 കൈയും നീട്ടി സ്വന്തം മക്കളെ പോലെ അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ പഠിപ്പിക്കാൻ, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാൻ കനിവും മനസ്സുമുള്ള ഒരുപാട് ആളുകളുടെ നാടാണ് നമ്മുടെ നാട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒന്നാകെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഓരോ ദിവസവും ഓരോ വർഷവും ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയായി നമ്മളെ കുട്ടികൾ ഓരോ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ഇന്ത്യക്ക് പുറത്ത് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ ജില്ലയിൽ നിന്ന് പോവുകയാണ്. ഇന്ത്യക്കുള്ളിൽ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ അലിഗഡ് പോലെയുള്ള, ജാമിയ മില്ലിയ പോലെയുള്ള എണ്ണം പറഞ്ഞ ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ ഒരു എന്താ പറയുക, ആ കുട്ടികളെ മാത്രമേ ഇന്ന് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. അലിഗഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അതൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ പഠനത്തോടൊപ്പം അവർക്ക് നാളുകളിൽ നല്ല ഭാവിയും നല്ല ജോലിയുമൊക്കെ ഉറപ്പുവരുത്തണം. അതുകൂടി നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ കാലത്ത്
വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകമാനം മാറ്റം വരുത്തിയ സുപ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയാണ് ഇന്ന് മലപ്പുറം ജില്ല എത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല പ്രാഥമികമായ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാക്കളുടെയും ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ പരിപൂർണമായി ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി ഇവിടെ ഈ സ്ഥാപനം കൊണ്ടു നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു സ്ഥാപനം കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിന് നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാം നിർലോഭമായ പിന്തുണ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് നൽകേണ്ടതുണ്ട്. പുതിയ മേഖലയിലേക്ക്, പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അക്കാഡമിക്കലായ കാര്യങ്ങളിൽ ഒന്നുകൂടി സൗകര്യപ്രദമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ മാനേജ്മെൻറ്റിന് കഴിയും. അത് നമ്മുടെ സ്കൂളിൻ്റെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാനാകും. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ ആരുടെയും പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. ഈ ഉദ്ഘാടന സെഷന് ശേഷം ആനുവൽ മീറ്റിൻ്റെ ഭാഗമായി, ആനുവൽ ഫെസ്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളുടെ വിവിധ പരിപാടികൾ ഇതേ വേദിയിൽ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ പരിപാടികൾക്ക് ആ സമയത്തിന് ഒരു തടസ്സമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്, എനിക്കും സലീലിനുമൊക്കെ വലിയ ആത്മസംതൃപ്തിയുണ്ട്. കാരണം ഈ പഠിക്കുന്ന കുട്ടികൾ നാളുകളിൽ നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജനതയുടെ, രക്ഷിതാക്കളുടെ, കുടുംബത്തിൻ്റെ, നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തം. ഇവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾ പുതിയ സ്ഥാപനത്തിലേക്ക് മാറുമ്പോൾ വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അക്കാഡമിക്കലായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനം ഇതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിർത്താൻ വേണ്ടി നിങ്ങൾ മാനേജ്മെൻറ്റും സംഘാടകരും ഒക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ സ്ഥാപനത്തിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ടാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് സൂചിപ്പിച്ചത്. അത് നിങ്ങൾ സ്ഥലമൊക്കെ ഏറ്റെടുത്തു, അത് ഗ്രാമപഞ്ചായത്തിന് നിയമപരമായി കൈമാറുന്ന മുറക്ക് ഈ വാർഡിൻ്റെ മെമ്പറും എൻ്റെ സുഹൃത്തുമായ സലീലുമായി ആലോചിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അനുഭാവപൂർവമായ പരിപൂർണമായ സഹകരണം ഒരു ജനപ്രതിനിധി എന്നുള്ള ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കാരണം രക്ഷിതാക്കളൊക്കെ വരുന്നത് കുട്ടികളുടെ പരിപാടികൾക്കാണ്. ഈ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിച്ച് സമയം കളയുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഉയർച്ചയും നേർന്നുകൊണ്ട് ഈ ആനുവൽ ആർട്സ് ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ഓക്കെ, സന്തോഷം. തിരക്കിനിടയിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ മഹത്തായ വേദി അനുഗ്രഹിച്ച അഭിനന്ദരായ കെ ടി അജ്മൽ സാറിന് നമ്മുടെ സ്ഥാപന സാരഥികളുടെ, രക്ഷിതാക്കളുടെ, വിദ്യാർത്ഥിനികളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുകയാണ്. ഇനി അടുത്ത അധ്യയന വർഷത്തെ LKG അഡ്മിഷനുള്ള ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ട്രസ്റ്റ് മെമ്പർ കൂടിയായ സഅദി ഉസ്താദിൻ്റെ ഗ്രാൻഡ് സൺ മുജ്തബ സലീലിൻ്റെ അഡ്മിഷനുള്ള അപേക്ഷ സ്വീകരിച്ച് അഭിവന്ദരായ സയ്യിദ് അബ്ദുള്ള കോയ ഉലൂമി തങ്ങളവറുകൾ നിർവഹിക്കുകയാണ്. അഭിവന്ദരായ തങ്ങളെയും അതുപോലെ തന്നെ സഅദി ഉസ്താദിനെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. മുജ്തബ നസീം.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി രണ്ട് വാക്ക് മാത്രം നമ്മുടെ തങ്ങളവറുകൾ ബറക്കത്തിന് വേണ്ടി ഇവിടെ പറയും. സമയം വളരെ പരിമിതമാണ്, എന്നാലും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ വാക്കുകൾ. രണ്ട് വാക്ക് മാത്രം ആശംസ അറിയിച്ച് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റു നമ്മുടെ മഹത്തായ പരിപാടിയെ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള ഗസ്റ്റുകൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പദ്ധതികളൊക്കെ അല്ലാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. മുമ്പത്തെ പ്രസംഗത്തിലൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ അദ്ദേഹം നമ്മൾക്ക് സ്ഥാപനത്തിന് വേണ്ടുന്ന അവരടുക്കൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പിന്തുണയൊക്കെ നമുക്കുണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ഒറ്റക്കെട്ടായി പുതുതായി നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥാപനം ഉയർത്താൻ അല്ലാഹു തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ. ഞാനടക്കമുള്ള രക്ഷിതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാവിധ പിന്തുണയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ഥാപനം ഉയർത്താൻ സാധിക്കുക. അല്ലാഹു എല്ലാ സഹായങ്ങളും നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മളാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വളരെ റാഹത്തോടു കൂടിയാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളൊക്കെ ചേർത്തി ഈ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ച് എല്ലാവിധ സഹായങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം. അല്ലാഹു എല്ലാത്തിനും നമുക്കൊരു മാർഗങ്ങൾ തുറന്നു തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന മുന്നിൽ നിൽക്കുന്ന അഭിനന്ദനായ സലീൽ സാർ എപ്പോഴും വരുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരനതിനപ്പുറം ഓരോ വിഷയവും ഗഹനമായി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളാണ്. നന്നായി സമയമെടുത്ത് സംസാരിക്കും. പക്ഷേ ഇപ്പോൾ ഈ സമയത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് സാറ് രണ്ട് വാക്ക് മാത്രം ആശംസ അറിയിക്കുകയാണ്. സലീൽ സാറെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ, എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ പ്രിയപ്പെട്ട KT അജ്മൽ, പ്രിയപ്പെട്ട അൽഹുദ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ മക്കളുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളാണ്. ഹ്യൂറെക്സ് എന്നാണ് ആനുവൽ മീറ്റിന് പേരിട്ടിട്ടുള്ളത്. ഞാൻ പ്രിൻസിപ്പളോട് സംസാരിക്കുകയായിരുന്നു. അതൊരു ഫ്രഞ്ച് വേർഡാണ്. ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഞ്ചിലേക്കും അതുപോലെയുള്ള വിദേശ ഭാഷകളിലേക്കുമൊക്കെ കടക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ആനുവൽ മീറ്റിന് സന്തോഷം എന്ന് ഫ്രഞ്ചിൽ പറയുന്നതിന് പകരം ഹ്യൂറെക്സ് എന്നാണ് അവിടുത്തെ ഭാഷ പ്രകാരമുള്ളത്. സന്തോഷകരമായ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും സ്ഥാപനത്തിനുമൊക്കെ സന്തോഷകരമായ ഒരു ആനുവൽ മീറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും മനോഹരമായ ഒരു സ്ഥലത്ത്, ഇതിലും മനോഹരമായ ബിൽഡിങ്ങോടുകൂടി, ഇതിലും മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചറുകളോടുകൂടി നമ്മുടെ പുതിയ കെട്ടിടം ഏതാനും സമയങ്ങൾക്കകം ഉയർന്നു വരികയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ സന്തോഷം അത് ഇപ്പോഴും നമ്മുടെ ഏരിയ വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഗ്രീൻഫീൽഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുടെയും വീട് പോയപ്പോൾ പല ആളുകളും നമ്മുടെ മഹല്ല് വിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട് വിട്ടുമൊക്കെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോവേണ്ടി വന്നപ്പോൾ നമ്മുടെ സ്ഥാപനം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും
ഇതിനേക്കാൾ മനോഹരവും സൗകര്യപ്രദവും ഒക്കെ ആയ ഒരു സ്ഥലത്ത് അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിലും വളരെയധികം വലിയ സന്തോഷമുണ്ട്. ഏതായാലും നമ്മുടെ ഈ സ്ഥാപനം വളരെ മനോഹരമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങളും രക്ഷിതാക്കളും ഒക്കെ ഇതിന് നൽകുന്ന പിന്തുണ വളരെ മികച്ച രീതിയിലാണ്. അത് ഇനിയും തുടർന്നു പോകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി കഴിഞ്ഞ ഐസെറ്റ് എക്സാമിനേഷനിൽ സ്റ്റേറ്റ് തലത്തിൽ നടന്ന മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കുള്ള മെമൻറ്റോ സമർപ്പണമാണ് നടക്കുന്നത്. നമ്മുടെ സയ്യിദവറുകളുടെയും നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ അഭിമുഖരായ അജ്മൽ സാർ ഉപഹാരം വിജയികൾക്ക് ഇവർ സമർപ്പിക്കും. I invite Abdul Hadi of Standard 6th, who has won runner-up prize in the state level ISET examination. I also invite Honorable Chief Guest Mr. K.T. Ajmal sir to give away this award to him in the presence of other delegates and asatida. ഹാദിയുടെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഹാദിയുടെ ഉപ്പ ഇവിടെ അല്ലേ? യെസ്, ഹാദിയുടെ ഉപ്പ സ്റ്റേജിലേക്ക് വരുന്നു. മഹത്തായ സന്തോഷത്തിൻ്റെ മൊമെൻറ്റുകളാണത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അതിൽ വിജയിച്ച് അതിൽ നിന്നും മികവുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ നടന്ന പരീക്ഷയിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. സന്തോഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി 7th സ്റ്റാൻഡേർഡിൽ നിന്നും നമ്മുടെ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത മുഹമ്മദ് ഷാദിൽ ഇ. I invite Master Muhammad Shadil to receive this memento from our leaders and guests. Okay, Allahu Akbar walillahil hamd. The next, Muhammad Shifan M. Actually, he was qualified to attend the test. ഈ കുട്ടി നമ്മുടെ ഷാദിൽ അവനും സ്റ്റേറ്റ് തലത്തിലേക്ക് ക്വാളിഫൈ ചെയ്ത കുട്ടിയാണ്. പക്ഷെ ഒരു ക്ലാസ്സിൽ നിന്നും ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് മാത്രമേ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ നോംസ്. അങ്ങനെ സ്ക്രീനിങ് നടത്തിയ ശേഷമാണ് ഷാദിലിനെ അയച്ചത്. ആ സമയത്ത് സത്യത്തിൽ മുഹമ്മദ് ഷിഫാനും അതിന് ക്വാളിഫൈഡ് ആണല്ലോ. അത് പരിഗണിച്ച് അവന് നമ്മളുടെ ഒരു പ്രത്യേക ഉപഹാരം ഇവിടെ സമർപ്പിക്കുന്നു. ഷിഫാൻ, പ്ലീസ് കം ഫോർവേഡ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് നമ്മുടെ മറ്റു മക്കൾക്കെല്ലാം എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറണം. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷം ധാരാളം വിജയികൾ നമ്മുടെ സ്കൂളിൽ നിന്നും പിറവിയെടുക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആർട്സ് ഫെസ്റ്റിൻ്റെ നിറച്ചാർത്തുകളിലേക്ക് നമ്മൾ ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഈ ഔപചാരികമായ ഇതിൻ്റെ ഇനാഗുറൽ സെഷൻ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അവർക്കുള്ള വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായ അഭിവന്ദനായ അബ്ദുൽ ഹക്കീം സഖാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തെ ധന്യമാക്കി നമ്മുടെ വേദിയിൽ വലിയ ബഹുമാന പുരസ്സരം നാം കാണുകയും നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന
നമ്മുടെ സയ്യിദ് ഉലൂമി തങ്ങൾ അവറുകൾക്ക് അള്ളാഹു വലിയ അർത്ഥത്തിലുള്ള ഖൈറുകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നന്ദിയായി പ്രാർത്ഥനയോടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് രണ്ടാം തവണയാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത്. എന്നാലും വളരെ പുതുമയോടെയും സന്തോഷത്തോടെയും ഈ വേദിയെ ധന്യമാക്കി സംസാരിക്കുകയും നമ്മുടെ ഉയർച്ചകളെ നല്ല ഒരു പ്രതീക്ഷയോടെ കാണുകയും ചെയ്ത് നമുക്ക് വേണ്ട മുഴുവൻ സഹകരണങ്ങളും ഇവിടെ പ്രഖ്യാപിക്കുകയും നമ്മെ സാക്ഷി നിർത്തി അതിനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്ത നമ്മുടെ ഉദ്ഘാടകൻ വണ്ടൂർ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ KT അജ്മൽ സാഹിബ്, അജ്മൽ സാറിനെ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. പല സമയങ്ങളിലായി നമ്മുടെ സ്കൂളിൻ്റെ പലവിധ കാര്യങ്ങളിൽ ഇടപെടുകയും നമ്മോടൊപ്പം കൂടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഈ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ P. സലീൽ വളരെയധികം സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ വേദിയെ ധന്യമാക്കി തന്ന ട്രസ്റ്റ് മെമ്പർ അബ്ദുല്ലാഹി സാദി ഉസ്താദ്, അതുപോലെ മറ്റു മെമ്പർമാർ സൈനുദ്ദീൻ സഖാഫി ഉസ്താദ്, ഹാദിയ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് OP അബ്ദുറഹ്മാൻ ഫൈലി, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമായ മാനേജർ സബൂർ ഉസ്താദ്, ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന മുഴുവൻ ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ് എല്ലാവർക്കും അഖേദമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്പം നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ കുട്ടികളുടെ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി വിവിധങ്ങളായ മികവുകൾ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ, പ്രത്യേകമായ അഭിനന്ദനങ്ങളും നൽകുന്നതിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ, വലിയ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളുണ്ടായതുകൊണ്ട് ഓരോരുത്തരെ വിളിച്ച് നൽകുമ്പോൾ സമയം ധാരാളം നമുക്ക് നഷ്ടമാവുകയും നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ചെറിയ വിദ്യാർത്ഥികളുടെ മനോഹരമായ കലാപരിപാടി ആസ്വദിക്കാൻ സമയം കുറയുകയും ചെയ്യുമെന്നതുകൊണ്ട് തന്നെ വേദി ഇപ്പോൾ തൽക്കാലം പിരിഞ്ഞുകൊണ്ട് ഇതിന് ശേഷം ഈ വേദിയിൽ കുട്ടികളെ അണിനിരത്തി സന്തോഷത്തോടെ അവർക്കുള്ള സമ്മാനങ്ങളും കൂടി വളരെ പെട്ടെന്ന് നൽകി നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളിലേക്ക് പ്രവേശിക്കാം. ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.